ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് എന്താ ഈവനിങ് വ്ളോഗ് എന്നല്ലേ, നമ്മൾ ഉറക്കണീച്ച് വന്നപ്പോൾ ഉമ്മച്ചി പറഞ്ഞു നമ്മളെ വീട്ടിലേക്ക് വിരുന്നാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് തട്ടിക്കൂട്ടി കുറച്ച് സ്നാക്ക് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ വലിയ സംഭവങ്ങളൊന്നുമല്ല, നമ്മൾ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പതറൂലേ, അതേപോലെ തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. നമ്മളെ കയ്യിൽ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഉള്ള ബേക്കറിയും സംഭവങ്ങളൊക്കെ മക്കൾസ് എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ച് പോകണം പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വിരുന്നാർക്കല്ല, നമുക്ക് കുടിക്കാനും വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഉമ്മച്ചി തേങ്ങ പൊട്ടിച്ചു തന്നു. അപ്പോൾ ഞാൻ വേഗം തേങ്ങ ചിരവി എടുക്കുകയാണ്. തേങ്ങ ചിരവിയിട്ട് ഒരു ഐറ്റംക്ക് തേങ്ങയും പഴം വെച്ചുണ്ടാക്കാം, ഒന്ന് നമുക്ക് നൂഡിൽസ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാട്ടാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ നമ്മൾ ഈ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു അരമുറി തേങ്ങ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ പൊട്ടിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ജ്യൂസ് അടിക്കാനാണ്. ഇത് വല്ലാണ്ട് മൂക്കാത്ത തേങ്ങയാണ്, അതുകൊണ്ട് തന്നെ ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ തേങ്ങ ചിരവി എടുത്തു, നമ്മൾ നൂഡിൽസും സെറ്റാക്കി, ജ്യൂസ് അടിക്കാനുള്ള തേങ്ങയും സെറ്റാക്കി. ഇനി നമ്മളുടെ മെയിൻ പരിപാടിയിലേക്ക് പോവുകയാണ്. തേങ്ങ നെയ്യിൽ ക്യാഷ്നട്ടും കിസ്മിസും ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കാൻ കേട്ടോ. എല്ലാവർക്കും കാര്യം പിടിയോ കിട്ടും. നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് ഇത്തിരി കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റിനായിട്ടാണ് കേട്ടോ കളറൊക്കെ ആഡ് ചെയ്യുന്നത്, അല്ലാഞ്ഞാൽ നമ്മൾ മഞ്ഞപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡിന് വേണ്ടിയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഷുഗർ കൂടി ആഡ് ആക്കണം കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ടുള്ള ഷുഗർ ഇടുക, അതേപോലെ ഏലക്കായി ഒന്ന് കുത്തിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പല പരിപാടികളായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ മമ്മച്ചി ഇത് നമ്മളെ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട്. ഏലക്കായി ഇട്ടിട്ട് അടിച്ചിട്ടുള്ള ഒരു തേങ്ങ ജ്യൂസ്, തേങ്ങയല്ല ഒരു ഇളനീൻ ജ്യൂസ്. ആ വെള്ളം വെച്ചപ്പോൾ അടുത്ത് വെച്ചിട്ടുള്ള പഴവും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് റെഡിയാക്കാം. അതിനായിട്ട് 2 ഒനിയൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം സ്പെഷ്യലായിട്ടൊന്നുമില്ല, ചിക്കൻ ഇല്ലാതെ ഒരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ്. അതിലേക്ക് നമ്മളൊരു പച്ചമുളക് ഇട്ട് മൂപ്പിച്ച ശേഷമാണ് കേട്ടോ നമ്മൾ വലിയ ഉള്ളി ഇടുന്നത്. ആ പച്ചമുളക് എണ്ണയിൽ വറുത്ത ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് അപ്പോൾ ടെക്കേന്ന് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. എഗ് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മച്ചി പറഞ്ഞു വരുന്നവർക്ക് പറ്റുമെന്ന് അറിയില്ലല്ലോ. എഗ്ഗ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാവണ ഒരു സംഭവമല്ല. അത് വിചാരിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാലും ഉണ്ടാക്കാമെന്ന് വെച്ചു. നമ്മളതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വെച്ചിട്ട് ജ്യൂസൊക്കെ പാർന്ന് വയ്ക്കുന്നുണ്ട്. കാരണം നമ്മളെ ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ജ്യൂസ് സെർവ് ചെയ്തിട്ട് അതിന് ശേഷം ചായ കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ വഴണ്ട് വന്നിട്ടുള്ള ഉള്ളിയിലോട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഉമ്മച്ചി ഗസ്റ്റിനോട് സംസാരിക്കാൻ പോയി, അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി പരിപാടി അല്ല, നൂഡിൽസ് അല്ലെങ്കിൽ തന്നെ ഞാനാണ് ഉണ്ടാക്കുന്നത്. ഉമ്മച്ചി ഉന്നക്കായാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉമ്മ ആ വെള്ളമൊക്കെ കൊണ്ടേ കൊടുത്തിട്ട് വേഗം വന്നിട്ട് നമ്മുടെ പായൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ഇങ്ങനെ പിടിച്ച് കുത്തിയിട്ടാണ് കേട്ടോ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കയ്യിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊരു മീഡിയമായിട്ട് പഴുത്ത പഴമായിരുന്നു, അതുകൊണ്ട് അതിൽ കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വഴണ്ട് വന്നിട്ടുള്ള ഉള്ളിയും തക്കാളിയിലേക്ക് കുറച്ച് ജിഞ്ചർ, ഗാർലിക്, അതേപോലെ തന്നെ പേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ എണ്ണയിലൊന്ന് കിടന്നിട്ടൊന്ന് മൂത്താൽ മതി, ജസ്റ്റൊക്കെ ഒന്ന് കുക്കായി വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവമൊക്കെ വെച്ച് ഷുഗർ ഇട്ട് കണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ ചിലപ്പോൾ ഈ ഒരു മാവ് ലൂസായിട്ട് വരും. നമ്മളിത് പഴം കുറച്ച് പഴുപ്പ് ഏറണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അരിപ്പൊടിയൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഇന്ന് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതാണ് കേട്ടോ. നമ്മളൊരു മാഗി ക്യൂബാണ് കേട്ടോ ചിക്കൻ്റെ ഫ്ലേവർ വരാനായിട്ട് ഇടുന്നത്. ഒരു മാഗി ക്യൂബിൽ പാക്കിലുണ്ടാവുന്ന ഒരു കട്ടയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതിന് നല്ല ചിക്കൻ സ്റ്റോക്കാണല്ലോ, ചിക്കൻ്റെ ഫ്ലേവർ വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു നൂഡിൽസ് മസാല കൂടി ഇട്ട് അടിപൊളിയാക്കാരം. നമ്മൾ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഗസ്റ്റിനായതുകൊണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉമ്മച്ചി ഇതിങ്ങനെ ഉരുട്ടി കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പരത്തി പിടിച്ചിട്ട് അതിൻ്റെ നടുവിലേക്ക് ആ തേങ്ങയുടെ മിക്സ് ഒഴിച്ച് അത് ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഉരുട്ടിയിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്സ് ഉള്ളിലും പുറത്ത് പഴത്തിൻ്റെ മിക്സും കേട്ടോ വരുന്നത്. അപ്പോൾ നിന്നെ നമ്മുടെ കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തൂവി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മളെ കയ്യിലൊക്കെ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഉമ്മ ഇങ്ങനെ ഓരോന്നും ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഏകദേശം എല്ലാവരും ഒരു ഉന്നക്കായുടെ ഷേപ്പിലാക്കി എടുത്താൽ മതി കേട്ടോ. ഉമ്മച്ചിയൊക്കെ ഏകദേശം എക്സ്പേർട്ടായിട്ടുണ്ട്. ഞങ്ങളോടത്തൊരു മെയിൻ ഹൈലൈറ്റാണ് കേട്ടോ ഈ ഉന്നക്കായ എന്ന് പറയുന്നത്. എന്ത് ഫംഗ്ഷൻ ഉണ്ടാകുകയാണെങ്കിലും ഉമ്മച്ചി ഉണ്ടാക്കുന്നത് വിഭവമാണ്. എല്ലാവർക്കും ഇമ്മാൻ്റെ ഉന്നക്കായ പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാണ് കേട്ടോ.
അമ്മ നല്ലൊരു ഓവർ മധുരമൊന്നും ആവാണ്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി തരുന്നൊരു വിഭവമാണ്. എൻ്റെയും ഫേവറേറ്റാണ്. എനിക്ക് ആദ്യം സത്യത്തിൽ ഈ മധുരത്തിൻ്റെ പലഹാരങ്ങളൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഞാൻ ഉന്നക്കായ കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ മാഗിയുടെ മസാല ഇട്ട് കൊടുക്കുന്നത്. സോറി കേട്ടോ, മാഗിയുടെ അല്ല, നമ്മൾ ഇപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 3 പാക്കറ്റ് എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 3 പാക്കിലുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ഇപ്പിയിൽ ഇപ്പോൾ ഓൾറെഡി അത് കുറച്ച് വെജിറ്റബിൾസ് കൂടി വരുന്നുണ്ട് അല്ലേ, ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യേണ്ട ക്യാരറ്റ് ക്യാപ്സിക്കം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ ഓൾറെഡി ഉണ്ടാവും. ഇത് നമ്മൾ ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു 3 സെറ്റ് നമ്മളെ ന്യൂഡിൽസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് കുറവായിരിക്കും, അപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടി അതിൻ്റെ ഇടയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ്. എന്നിട്ട് നന്നായിട്ട് വരണം. തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഒരു 3 റൗണ്ടുള്ള ഇപ്പി നൂഡിൽസാണ് ഇട്ട് കൊടുക്കുന്നത്. പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് മാഗിയാണ്, പക്ഷേ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പിയാണ് നല്ലതെന്ന് പറയണോ അല്ല, എനിക്കറിയില്ല സംഭവം. നമ്മൾ ഇപ്പിയാണ് കേട്ടോ ഇപ്പം അധികം വാങ്ങാറ്. മാഗി അങ്ങനെ വാങ്ങാൻ കിട്ടാറില്ല. മാഗി നൂഡിൽസ് വെറുതെ കഴിക്കാൻ വരെ ടേസ്റ്റുള്ളൊരു സംഭവമാണല്ലേ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പൊടിച്ച് കൊടുക്കണമൊന്നുമില്ല, ജസ്റ്റ് ആ വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾ അമർത്തി കൊടുക്കുകയാണ്. പൊടിച്ച് ചെറിയ ചെറിയ പീസാക്കിയാൽ നമ്മളെ ലോങ് ആയിട്ടുള്ള നൂഡിൽസിൻ്റെ സംഭവം കിട്ടൂല. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അതേപോലെ തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്ത് ഇങ്ങനെ വേറെ ഇട്ടുകാണ്ട് വെടിയിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വെള്ളം കറക്റ്റ് ആവണ പണി മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറുതായിട്ടൊരു ഡെക്കറേഷന് കൂടി ഉണ്ട് ലാസ്റ്റ്, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്, കാരണം അടിക്ക് പിടിക്കാനുള്ള സാധ്യത നല്ല കൂടുതൽ. നമ്മൾ കറക്റ്റാക്കിയല്ലേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളെ വീട്ടുവളപ്പിലൊക്കെ ഉണ്ടാവുന്ന ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിലത്തതേ ഉള്ളൂ, ഞങ്ങളങ്ങനെ വാങ്ങാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ വെള്ളമൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട്. ആ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഇത്തിരി കസൂരി മേത്തി ഇട്ടെടുത്ത ഒന്നുകൂടി അടിപൊളിയായിരിക്കും. ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നൂഡിൽസിൻ്റെ പരുവം. നല്ല ഒരു സ്നാക്ക് ആയിട്ടാണ്. അതേപോലെ തന്നെ ചിലർക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കാം. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ചിക്കൻ ഇല്ലാതൊരു ചിക്കൻ നൂഡിൽസാണ് കേട്ടോ. അപ്പം അടിപൊളി തന്നെയായിരുന്നു ടേസ്റ്റ് വൈസ്. അപ്പോൾ നമ്മുടെ ഉന്നക്കായൊക്കെ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനിയും അത് എണ്ണയിലിട്ട് പൊരിക്കുകയാണ്, വെളിച്ചെണ്ണയിലായിട്ടാണ് പൊരിക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായക്ക് വെള്ളം കൂടി വെച്ചിട്ടുണ്ട് ഗസ്റ്റിന് വേണ്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഗസ്റ്റ് വന്നിട്ടൊരു കുറച്ച് നേരം ആവാറായി തുടങ്ങി. അപ്പോൾ നമ്മൾ എല്ലാം അവർക്ക് സെർവ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ളതാണ് കേട്ടോ ഇത്. ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ കട്ടൻ ചായ കേട്ടോ, ഗസ്റ്റിനല്ലേ പാൽ ചായ ഉണ്ടാവുള്ളൂ. ആർക്കൊക്കെ ഉണ്ട് ഈ ഒരു അനുഭവം എന്ന് പറയണേ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഒരു മീഡിയം മധുരത്തിലായതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഇങ്ങനെ കുറേ കഴിക്കാൻ പറ്റി. നൂഡിൽസും അടിപൊളിയായിരുന്നു. ഒരു ചിക്കൻ ഫ്ലേവറിൽ വരുന്ന ചിക്കൻ ഇല്ലാത്ത ചിക്കൻ നൂഡിൽസ്. നമ്മളതിൻ്റെ കൂടെ കട്ടൻ ചായ കൂടിയാണ് ഇട്ട് എടുത്തത്. എനിക്ക് ചില സംഭവങ്ങൾക്ക് ഇങ്ങനെ കട്ടൻ ചായയൊക്കെ വേണ്ടി വരും. അതേപോലെ അതൊക്കെ കഴിഞ്ഞപ്പോട്ട് മക്കൾ കുറേ ചാമ്പൊക്കെ കൊടുന്നിട്ട് ഉപ്പ് തിരുമ്പി കൊടുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൈയിട്ട് വാരാണ്. ഇതൊക്കെ ഒരു അടിപൊളി വെക്കേഷൻ ഓർമ്മകളാണ് അല്ലേ. ഇങ്ങനെ ചാമ്പക്ക മാങ്ങയൊക്കെ ഇങ്ങനെ ഉപ്പിരുമ്പിയിട്ട് ചെറിയ കുട്ടികളാണ് കേട്ടോ, അവർ സ്വന്തമായിട്ട് ചെയ്ത് കൊടുന്നതാണ്. അപ്പോൾ അതിൽ കൈയിട്ട് വാരിയപ്പോൾ നമ്മളെ പഴയകാല ഓർമ്മകളൊക്കെ അയവിറക്കി ഞാനും അനിത്യാളും എല്ലാവരും പാടെ ഷെയർ ഇട്ട് തിന്നാണ് കേട്ടോ. സത്യത്തിൽ അങ്ങനെ കഴിക്കുമ്പോഴാണല്ലേ രസവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന ദിവസത്തെ ഒരു ഈവനിങ് വ്ളോഗ്. നമ്മൾ തട്ടിക്കൂട്ട് പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർ റിലേറ്റീവ്സിന് ഈ ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്യുക കൂടി ചെയ്യാം കേട്ടോ. നമുക്കൊരു ഹെൽപ്പ് ആവുള്ളൂ. നമ്മളെന്ന് വീഡിയോസ് ഇടുന്നുണ്ട്, നിങ്ങളെ ഒരിക്കലും നമ്മൾ നിരാശപ്പെടുത്തൂല. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.